2024 അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു 2024 ഞാൻ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും ഒരുപാട് ആത്മവിശ്വാസം നൽകിയ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നടക്കുന്നത് നമ്മുടെ മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ്. അവിടെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടാണ് നല്ല മനോഹരമായിട്ടുള്ള ഈ ഒരു പരിപാടി നടന്നത്. ഈ പരിപാടിയുടെ പേര് ഗോ ടു ബെത്ലഹേം എന്നായിരുന്നു. വേലൂർ ഫൊറോന ഇടവകയിൽപ്പെട്ടിട്ടുള്ള എല്ലാ മാതൃസംഘത്തിലെ അമ്മമാരെല്ലാവരും ചേർന്ന് ഒരുക്കിയ അതിഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡിനാണ് ഈ ഒരു പരിപാടി അവർ സംഘടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിന്നത് നമ്മുടെ കിഡ്നി ഫെഡറേഷൻ്റെ ഡേവിസ് ചെറിയത്തച്ഛനാണ്. അങ്ങനെ അച്ഛനെ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പം അച്ഛൻ്റെ നല്ല പ്രസംഗമൊക്കെ കേൾക്കാൻ പറ്റി. അച്ഛനിൽ നിന്ന് ഒരുപാട് നല്ല വാക്കുകൾ അച്ഛനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ക്രിസ്മസിൻ്റെ ആ രാത്രി നമ്മൾ കാത്തിരിക്കുകയാണ് ഗോ ടു ബെത്ലഹേം എന്നുള്ള ആ ഒരു പരിപാടി കാണാനായിട്ട്. ബെത്ലഹേം എന്നുള്ള വാക്ക് പോലെ തന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു സ്റ്റേജും അവിടെ ഒരുക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ ഒരു ബെത്ലഹേമിൻ്റെ കാഴ്ചകളിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലായിരുന്നു. മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രിസ്മസ് രാത്രി തന്നെയാണ് അവരെല്ലാവരും ചേർന്ന് ഒരുക്കിയത്. അങ്ങനെ വളരെ ഭക്തിസാന്ദ്രമായിട്ട് ആരംഭിച്ച് മുണ്ടത്തിക്കോട് ആ ഒരു ദേവാലയ അങ്കണത്തിൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ അമ്മമാരെല്ലാവരും ചേർന്ന് നിന്ന് മനോഹരമായി ഒരു കരോൾ ഗാനം അവിടെ ആലപിച്ചു. അതിന് അവർക്കൊരു ഗിന്നസ് റെക്കോർഡ് തന്നെ നേടാനായിട്ട് സാധിച്ചു. നമ്മുടെ വീടുകളിൽ ഒരുപാട് തിരക്ക് പിടിച്ച പണികൾ ചെയ്യുന്ന നമ്മുടെ അമ്മച്ചിമാർ അവരുടെ ജീവിതത്തിലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു അത്. അവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അതിമനോഹരമായിട്ട് ആ ഒരു കരോൾ ഗാനം പാടി. അങ്ങനെ അവരുടെ സന്തോഷം അവരുടെ മുഖത്ത് നമുക്കത് കാണാൻ കഴിയായിരുന്നു. അങ്ങനെ ആ പാട്ടൊക്കെ പാടിയതിന് ശേഷം അവരെല്ലാവരും അവരുടെ കയ്യിലുള്ള വിളക്കുകളൊക്കെ ഉയർത്തിപ്പിടിച്ച് അവരുടെ ആ ഒരു സന്തോഷം നമ്മളുമായിട്ടും പങ്കുവെച്ചു. അമ്മമാരുടെ മുഖത്തെ സന്തോഷങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കും ഒരുപാട് സന്തോഷം തോന്നി. ഈ അമ്മമാരെ പോലെ തന്നെ അവിടെ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ഒരുപാട് കുഞ്ഞു മക്കൾ എത്തിയിട്ടുണ്ടായിരുന്നു. 300ഓളം മാതാവും ഔസേ പിതാവും ഉണ്ണീശോയും മാലാകമാരും ആട്ടിടയന്മാരും ഒക്കെ ചേർന്ന് ഒരു ബെത്ലഹേം തന്നെയാണ് അവരവിടെ റീക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് കുരുന്നുകളുടെയൊക്കെ മുഖത്ത് മാതാവിനെയും ഔസേ പിതാവിനെയും ഉണ്ണീശോയും ഒക്കെ കാണാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ആ വേദിയിൽ വന്ന് ആ കുഞ്ഞുമക്കൾക്ക് പ്രചോദനമായിട്ട് നൽകാനായിട്ട് എത്തിയിട്ടുള്ളത് ജിനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയായിരുന്നു. അവരുടെ വാക്കുകളാണ് 2024 എനിക്ക് ഏറ്റവും അധികം മോട്ടിവേഷൻ ലഭിച്ചത്. ഇരു കൈകളും ഇല്ലാത്ത ആ ഒരു പെൺകുട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നേടി കാറൊക്കെ ഓടിക്കുന്ന അവരുടെ ജീവിതത്തിലെ അച്ചീവ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവർ പങ്കുവച്ചു. ഒരുപാട് പ്രതിസന്ധികളെ കടന്ന് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ട് അവർക്ക് മുന്നിട്ട് വരാനായിട്ട് കഴിഞ്ഞു. അപ്പം നമ്മുടെ കുറവുകളൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ആത്മവിശ്വാസത്തോടെ ദൈവത്തിൽ വിശ്വസിച്ച് നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായത്. അപ്പം നമ്മുടെ കുറവുകളൊക്കെ നമ്മൾ മറന്ന് ഈ ഒരു പുതിയ വർഷം നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാം. നിന്നും റെക്കോർഡുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ വേദിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട സുപരിചിതനായ ചിറമേലച്ഛനെ എനിക്ക് കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർഷങ്ങളായി അദ്ദേഹത്തെ പരിചയപ്പെടണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ളിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി 1-2 തവണ ഞങ്ങൾ സംസാരിച്ചിരുന്നു ഫോൺ വഴി. ഫസ്റ്റ് ടൈമാണ് അച്ഛനെ നേരിട്ട് കാണുന്നത്. ഒരുപാട് സന്തോഷം അച്ഛ, ഇങ്ങനെയൊരു വേദിയിലേക്ക് അച്ഛനെ ക്ഷണിച്ചതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. ചിറമേലച്ഛനും എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അങ്ങനെ ജിനുവിൻ്റെ വാക്കുകൾ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുന്നേറാൻ ഈ ഒരു ദിവസത്തെ നമ്മുടെ ഈ ഒരു 2024 അവസാന വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു പുതിയൊരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മനോഹരമായിട്ടുള്ളൊരു പുതുവർഷത്തിനായി നമുക്കും കാത്തിരിക്കാം.